ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കിന്ന് തിരിച്ച് കോളേജിൽ പോകുന്ന ദിവസമാണ്. നമ്മൾ തിരിച്ച് കോളേജിൽ പോകുമ്പോഴാണ് അങ്ങനെ എല്ലാം റെഡിയായി നമ്മളെല്ലാം ഇറങ്ങാം. അമ്മാമ്മയെ കണ്ടോ ഗൈസ്. പിന്നെ സോണിയമ്മ വലിയപ്പായും നന്ദും കൂടാണ് എന്നെ കൊണ്ടുവിടാൻ പോകുന്നത്. അമ്മാമ്മയുണ്ട്. അങ്ങനെ എന്നെ കൊണ്ടുവിടാൻ ഞാനും സോണിയമ്മയുടെ പ്ലാറ്റ്ഫോമൊക്കെ തപ്പുവാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ പ്ലാറ്റ്ഫോമൊക്കെ കണ്ടുപിടിച്ചു. ഇതാണ് ഗൈസ് ഞാൻ പോകാനുള്ള ട്രെയിൻ. അങ്ങനെ നമ്മൾ ട്രെയിനിലൊക്കെ കയറി സോണിയമ്മ തിരിച്ചു പോയി. പിന്നെ ഞാൻ ഇറങ്ങി കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചു. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അവരോട് കുറച്ച് നേരം വർത്താനൊക്കെ. പിന്നെ അമ്മ വിളിച്ചു, അമ്മയോട് സംസാരിച്ചു. പിന്നെ മിറർ കണ്ട് ഗൈസ് നമുക്ക് കുറച്ച് സെൽഫിയൊക്കെ എടുക്കണം. അങ്ങനെ മിററിന് മുന്നിൽ കുറേ നേരം കുത്തിയിരുന്നു. നല്ല മഴയായിരുന്നു ഗൈസ്. അപ്പോൾ റീലെടുക്കാൻ എഴുതി അങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഗൈസ് ഞങ്ങൾ ഓർത്തു കഴിക്കാൻ ഓർത്തു. നല്ല എമ്മി പൊതിച്ചോറൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളത് കഴിക്കാൻ എഴുതിയിരിക്കുകയാണ്. നല്ല പൊതിച്ചോറൊക്കെ ജിസ്നയുടെ ഉമ്മ പിന്നെ ഞങ്ങൾക്ക് ബിരിയാണിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. നല്ല ഇപ്പോഴേ കഴിച്ചില്ല, അതിന് മുന്നേ നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. നല്ല എമ്മി ബിരിയാണി ആയിരുന്നു. അങ്ങനെ നമ്മൾ ബിരിയാണിയും പൊതിച്ചോറും എല്ലാം കൂടെ ഒരു പിടിപിടിക്കാൻ പോകണം ഗൈസ്. അങ്ങനെ നമ്മൾ പൊതിച്ചോറൊക്കെ ഇട്ട് പപ്പടമൊക്കെ ഉണ്ട്. എനിക്ക് അമ്മാവൻ പൊതിഞ്ഞ് കെട്ടി തന്നു വിട്ടാണ് ഗൈസ്. നല്ല എമ്മിയായിരുന്നു. ചോറുണ്ട്, മുട്ട പൊരിച്ചുണ്ട്, മീൻകറിയുണ്ട്, തോരനുണ്ട്, ചമ്മന്തിയുണ്ട്. അങ്ങനെ എല്ലാം കൂടെ തിന്നാൻ പോകണം. പപ്പടവും കൂടെ പൊടിച്ചിട്ട് എൻ്റെ പൊന്നെ നമ്മളങ്ങനെ ചിക്കനും കിട്ടി ഗൈസ്. അങ്ങനെ എല്ലാം കൂടെ ഒരു പിടി കഴിച്ചു. നല്ല എമ്മി മീൻസ് എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. അങ്ങനെ അതെല്ലാം കഴിച്ച് കുറേ നേരം വായി നോക്കി അവിടെ ഇരുന്ന്. പിന്നെ അലീനേച്ചാണ് ഗൈസ് എൻ്റെ ഓപ്പോസിറ്റ്. നല്ല മഴയായിരുന്നു പുറത്ത്. പിന്നെ കൈയൊക്കെ വെളിയിലിട്ട് കുറച്ച് നേരം മഴയൊക്കെ കളിച്ചു. അത് കഴിഞ്ഞപ്പോൾ മഴ കൂടി. പിന്നെ വിൻഡോ ഒക്കെ ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞ് കണ്ടോ ഗൈസ്, മുമ്പേ ആരും ഇല്ലാതെ സിറ്റി. ഇപ്പോൾ കാല് കുത്താൻ പോലും സ്ഥലമില്ല, ഫുൾ ആൾക്കാർ നിറഞ്ഞു. ഇത് കണ്ട ഗൈസ് നല്ല രസമില്ലേ, അടിപൊളി വ്യൂസൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ സ്നാക്സൊക്കെ കൊണ്ടുവന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ അലീനച്ച് കണ്ടോ ഗൈസ് മണ്ട കയറി ഇരിക്കുകയാണ്. അങ്ങനെ കാറ്റും മഴയൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഒരു ബിങ്കോ ഒക്കെ കഴിച്ചു ഗൈസ്. എനിക്ക് ബിങ്കോയും ലേസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതൊക്കെ കഴിച്ചു. അത് ഞാൻ ജിസ്ന കേക്ക് അത് കഴിച്ചു. പിന്നെ കണ്ടോ അടിപൊളി വ്യൂസൊക്കെ ആയിരുന്നു ഗൈസ്. ട്രെയിന് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഇതുപോലത്തെ നല്ല വ്യൂസൊക്കെ കാണാൻ പറ്റും. എൻ്റെ പൊന്നൊരു രക്ഷയില്ലായിരുന്നു. പിന്നെ ജിസ്നയുടെ ഉമ്മ ഞങ്ങൾക്ക് ചപ്പാത്തി ചിക്കൻ ഫ്രൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അതൊക്കെ കഴിച്ചു. നല്ല എമ്മിയായിരുന്നു അതും. അങ്ങനെ അതൊക്കെ കഴിച്ചു. അലീനേച്ചാണ് കഴിച്ചു. എനിക്ക് വാരത്തിൻ്റെ ആർദ്രയുണ്ട്, റോസലുണ്ട്, ജിസ്നയുണ്ട്. അങ്ങനെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് കഴിച്ചു എൻ്റെ. അങ്ങനെ നമ്മൾ കഴിച്ചെല്ലാം കഴിഞ്ഞ് കുറേ നേരം ഇവിടെ നിന്നപ്പം നമ്മുടെ സ്റ്റോപ്പ് എത്തി കേസ്. അങ്ങനെ സ്റ്റോപ്പിലൊക്കെ ഇറങ്ങി നമ്മൾ ഒരു ഐസ്ക്രീമും കഴിക്കാൻ പോകണം കേസ്. അങ്ങനെ ഐസ്ക്രീമൊക്കെ മേടിച്ചു. എല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിക്കാണ് കേസ്. ഞാനും ഒരു ചോക്കോബാർ മേടിച്ചിട്ടുണ്ട് കേസ്. ഞാനും ചോക്കോബാറൊക്കെ കഴിച്ചു. ഇനി നമുക്ക് ഇവിടുന്ന് ഓട്ടോയിൽ കയറണം. അങ്ങനെ ഓട്ടോയിലൊക്കെ കയറി അടുത്ത് നമ്മൾ ബസ് സ്റ്റാൻഡിൽ പോയി അടുത്ത ബസ് കയറണം കേസ്. നമ്മൾ പെരമ്പലൂർ ബസ് കയറി. അങ്ങനെ നമ്മൾ ബസ് എല്ലാം കയറി. ഇനി നമുക്ക് ഹോസ്റ്റലിൽ പെരമ്പലൂർ ഉണ്ട്. അവിടെ നിന്ന് നമുക്കിനി അടുത്ത ഓട്ടോയ്ക്ക് പോകണം. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പെരമ്പലൂർ എത്തി. അത് കഴിഞ്ഞ് ഐബക്കോടെ ഷോപ്പിൽ കയറി ഒരു അൽഫോൺസോ മാംഗോയുടെ ഐസ്ക്രീമൊക്കെ മേടിച്ചു ഗൈസ്. കണ്ടോ അത് നമ്മൾ അശ്വിൻസിൽ കയറിയിട്ടാണെങ്കിൽ ഒരു പൊടിദോശ മേടിച്ചു. അതൊക്കെ കഴിക്കണം. പിന്നെ അങ്ങനെ ഹോസ്റ്റലിലെത്തി ഗൈസ്. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിലെത്തി ഗൈസ്. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ കയറി എല്ലാം എഴുതിയൊക്കെ ചെയ്യാൻ ടൈമും ഇതൊക്കെ. ഓക്കെ ബൈ.